എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ജനുവരി 30-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം നോക്കാനുള്ള പോയിന്റ് പ്രോജക്ട് ക്രഷ് എന്ന് പറയുന്ന സഹകരണ വകുപ്പിന്റെ ഒരു സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതായത് പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായിട്ട് സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനത്തിന്റെ പേര് എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായിട്ട് സഹകരണ വകുപ്പ് ഒരുക്കുന്ന പ്രത്യേക സംവിധാനം എന്താണ്? അത് പ്രോജക്ട് ക്രഷ്. എന്താണ് പ്രോജക്ട് ക്രഷ് എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് പരവൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏതാണ്? പരവൂരാണ്. പരവൂരാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പുസ്തകത്തെ പറ്റിയാണ്. അതായത് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? അത് ജസിൻഡ ആർഡേൺ. ആരാണ്? ജസിൻഡ ആർഡേൺ ആണ്. കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന ജസിൻഡ ആർഡേണിനെ നമുക്കറിയാം. അതായത് മുൻപ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു ജസിൻഡ ആർഡേൺ എന്ന് പറയുന്നത്? ന്യൂസിലാൻഡിന്റെ. അപ്പോൾ ന്യൂസിലാൻഡിന്റെ മുൻ പ്രധാനമന്ത്രി, അതായത് ന്യൂസിലാൻഡിന്റെ എത്രാമത്തെ 40ാമത് പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? ജസിൻഡ ആർഡേൺ എന്ന് പറയുന്നത് 2023 എന്ത് ചെയ്തു? ആ സ്ഥാനം ഒഴിയുകയാണ് ചെയ്തത്. അപ്പോൾ ജസിൻഡ ആർഡേണിന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു പുസ്തകം ഓർത്തു വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാർഷികമാണ്. അതായത് 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? രാജാരാമണ്ണ. ആരാണ്? രാജാരാമണ്ണയാണ്. കൃത്യമായിട്ട് ഓർക്കുക. അദ്ദേഹത്തിന്റെ 100ാമത് ജന്മവാർഷികമാണ് 2025. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 1925. അപ്പോൾ 1925 ജനുവരി മാസം 28-ാം തീയതിയാണ് ആര് ജനിച്ചത്? രാജാരാമണ്ണ ജനിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്. അതുപോലെ തന്നെ 1974 നടന്ന ഇന്ത്യയുടെ പ്രഥമ ആണവ പരീക്ഷണം എവിടെയായിരുന്നു? പൊക്രാനിലായിരുന്നു. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അതും രാജാരാമണ്ണയാണ്. ഇനി അതിനു പുറമെ തന്നെ ഫാഫ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ഡയറക്ടർ, അതുപോലെ തന്നെ അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങളൊക്കെ വഹിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജാരാമണ്ണ. ഇനി അദ്ദേഹത്തിന് രാജ്യം എന്ത് ചെയ്തു? പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 1975 അപ്പോൾ 1975 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാരാമണ്ണയുടെ എത്രാമത്തെ 100ാമത് ജന്മവാർഷികം ഏത് വർഷം? 2025. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ തെളിവ് ശേഖരിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ തെളിവ് ശേഖരിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ്. അപ്പോൾ വളരെ കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. മഹാരാഷ്ട്രയാണ് ഇത്തരത്തിലുള്ള വാനുകൾ എന്ത് ചെയ്തത്? പുറത്തിറക്കിയത്. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു നിയമനമാണ്. അതായത് LPSCയുടെ പുതിയ ഡയറക്ടർ ആരെന്നാണ്. അപ്പോൾ LPSCയുടെ ഡയറക്ടറായിട്ട് നിയമിതനായത് ആരാണ്? അപ്പോൾ എന്താണ് LPSCയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്? ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ. ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ എന്നുള്ളതാണ് LPSCയുടെ പൂർണ്ണരൂപം എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ LPSCയുടെ പുതിയ ഡയറക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് M മോഹൻ. ആരാണ്? M മോഹനാണ്. കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇതിനു മുൻപ് LPSCയുടെ ഡയറക്ടർ ആയിരുന്ന ആരാണ്? V നാരായണൻ എന്ത് ചെയ്തു? ISROയുടെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റു. അപ്പോൾ അതിനെ തുടർന്നാണ് എന്ത് ചെയ്തത്? M മോഹൻ LPSCയുടെ പുതിയ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഉദയ്പൂർ, അതുപോലെ തന്നെ ഇൻഡോർ. ഏതൊക്കെയാണ്? ഉദയ്പൂറും ഇൻഡോറുമാണ്. നമുക്കറിയാം ഉദയ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? രാജസ്ഥാനാണ്. അപ്പോൾ രാജസ്ഥാനിലെ ഉദയ്പൂർ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഇൻഡോർ എന്നീ നഗരങ്ങൾ
നഗരങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ നഗരങ്ങൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ എത്ര നഗരങ്ങളാണ് ഉള്ളത്? എന്താണ്? റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ആകെ എത്ര നഗരങ്ങളുണ്ട്? 31. എത്രയാണ്? 31 നഗരങ്ങളാണുള്ളത്. കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? എന്താണ്? നിലവിലെ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? അത് 85. എത്രയാണ്? 85 ആണ്. വളരെ കൃത്യമായിട്ട് ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന പോലെ എക്സാം ആണ് സെക്രട്ടറി റെസിഡന്റ് എക്സാം എന്ന് പറയുന്നത്. പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലാണ് എക്സാം നടക്കുക. മെയിൻസ് എന്ന് പറയുന്നത് 2 പേപ്പറുകളായിട്ടായിരിക്കും നടക്കുക. സോ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരു സെക്രട്ടറി റെസിഡന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ SCRT NCRT ഫാക്റ്റുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 3 വോളിയം ആയിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ഇനി ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkerala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പോയിന്റിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ICC അവാർഡ്സ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവാർഡുകൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ അവാർഡുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അതായത് 2024 ICC അവാർഡ്സിൽ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫിക്ക് അർഹനായത് ആരാണ്? അപ്പോൾ 2024 എന്ത് അവാർഡാണ്? സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി. അതായത് ഏറ്റവും മികച്ച പുരുഷ താരത്തിനുള്ള അല്ലെങ്കിൽ എന്താണ് ICC ക്രിക്കറ്റർ ഓഫ് ദ ഇയർ നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അർഹനായത് ജസ്പ്രീത് ബുംറ. ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. ഇന്ത്യൻ താരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹത്തിനാണ് എന്ത് ചെയ്തത്? 2024 ICC അവാർഡ്സിൽ എന്താണ് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി അല്ലെങ്കിൽ 2024 ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ജസ്പ്രീത് ബുംറയാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്ന 5ാമത്തെ ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ ആദ്യ ഇന്ത്യൻ പേസർ. അപ്പോൾ എന്താണ് 5ാമത്തെ ഇന്ത്യക്കാരൻ അതുപോലെ തന്നെ ആദ്യ ഇന്ത്യൻ പേസർ ആണെന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്നത്. അതായത് ബുംറയ്ക്ക് മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് രാഹുൽ ദ്രാവിഡ, സച്ചിൻ ടെണ്ടുൽക്കർ, അതുപോലെ തന്നെ രവിചന്ദ്രൻ അശ്വിൻ, ഇനി അതുപോലെ തന്നെ വിരാട് കോഹ്ലി എന്നിവരാണ്. അപ്പോൾ 5ാമത്തെ താരമാണ് ബുംറ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ 2024 ICC അവാർഡിൽ എന്താണ് മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ആയിട്ടും ആര് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു? ബുംറ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി അതിന് പുറമേ തന്നെ എന്താണ് 2024 T20 വേൾഡ് കപ്പ് നമ്മളൊന്നും മറന്നു കാണില്ല. അപ്പോൾ ആ T20 വേൾഡ് കപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ആര് തന്നെയായിരുന്നു? ബുംറ തന്നെയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തൊരു അവാർഡുണ്ട്. അതായത് റേച്ചൽ ഹയോ ഫ്ലിൻ ട്രോഫി. ഇതാണ് റേച്ചൽ ഹയോ ഫ്ലിൻ ട്രോഫി. അപ്പോൾ റേച്ചൽ ഹയോ ഫ്ലിൻ ട്രോഫി നേടിയത് അമേലിയ ഖേർ ആണ്. ആരാണ്? അമേലിയ ഖേർ ആണ്. കൃത്യമായിട്ട് ഓർക്കുക. ന്യൂസിലൻഡ് താരമാണ് അമേലിയ ഖേർ എന്ന് പറയുന്നത്. അപ്പോൾ മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡാണ് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരമാണ് റേച്ചൽ ഹയോ ഫ്ലിൻ ട്രോഫി എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർത്തു വയ്ക്കുക. അത് നേടിയത് ആരാണ്? അമേലിയ ഖേർ ആണ്. ന്യൂസിലൻഡ് താരമാണ്. ഇനി അതുപോലെ തന്നെ 2024 ICC അവാർഡിൽ മികച്ച എന്താണ് വനിതാ T20 താരത്തിനുള്ള പുരസ്കാരവും ആര് നേടിയിട്ടുണ്ടായിരുന്നു? അമേലിയ ഖേർ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമേലിയ ഖേറിനെ പറ്റി പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? 2024 വനിതാ T20 ലോകകപ്പ് കൂടി എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തെടുക്കണം. കാരണം 2024 വനിതാ T20 ലോകകപ്പിൽ എന്താണ് ഫൈനലിലെ താരവും അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരവും ആരായിരുന്നു? ഈ പറയുന്ന അമേലിയ ഖേർ ആയിരുന്നു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിക്ഷേപണമാണ്. അതായത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ്? അത് NVS-02. ഏതാണ്? NVS-02 ആണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതായത് ഗതി നിർണ്ണയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് വിക്ഷേപണമാണ് NVS-02 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ വിക്ഷേപണ വാഹനമാണ് GSLV F-15. ഏതാണ്? GSLV F-15 ആണ് എന്തെന്ന് പറയുന്നത് വിക്ഷേപണ വാഹനം. ഇനി വിക്ഷേപണ തീയതി കൂടി ഓർക്കുക. 2025 ജനുവരി 29. 2025 ജനുവരി 29 എന്ത് ചെയ്തത്? GSLV F-15 എന്ത് വിക്ഷേപിച്ചത്? NVS-02 വിക്ഷേപിച്ചത്. അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഓർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി നാരായണൻ ISROയുടെ ചെയർമാനായിട്ട് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ വിക്ഷേപണം. നമുക്കറിയാം ഏതാണ് ഈ ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 99ാമത് വിക്ഷേപണം എന്ന് പറയുന്നത് ഏതായിരുന്നു? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അഥവാ സ്പേഡെക്സ് ആയിരുന്നു. ആ സമയത്ത് ISRO ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? വി നാരായണൻ എന്ത് ചെയ്തു? ISRO ചെയർമാനായിട്ട് ചുമതലയേറ്റു. അപ്പോൾ അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം എന്താണ് ആദ്യത്തെ വിക്ഷേപണമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന NVS-02 എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് ഈ ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ഇവിടെ നിന്നുള്ള ആദ്യത്തെ വിക്ഷേപണം എന്ന് പറയുന്നത് 1971 1971 ഇവിടെ നിന്നുള്ള ആദ്യത്തെ വിക്ഷേപണം എന്ന് പറയുന്നത്. അതായത് രോഹിണി 125 എന്ന് പറയുന്ന എന്താണ് ഒരു സൗണ്ടിങ് റോക്കറ്റ്, രോഹിണി 125 എന്ന് പറയുന്ന സൗണ്ടിങ് റോക്കറ്റ് ആയിരുന്നു ഇവിടെ നിന്ന് എന്ത് ചെയ്തത് ആദ്യം വിക്ഷേപിച്ചത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ആദ്യത്തെ പേര്, അതായത് ഈ പറയുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു. 2002 ഇന്നത്തെ പേര്, അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് 2002 എന്ത് ചെയ്ത പുനർനാമകരണം ചെയ്ത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി നിലവിലെ എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ ആരാണെന്ന് കൂടി ഓർക്കുക. രാജരാജൻ. ആരാണ്? രാജരാജനാണ് നിലവിലെ എന്തെന്ന് പറയുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ എന്തെന്ന് പറയുന്നത് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക, രാജരാജനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി തന്നെ ISRO അതുപോലെ തന്നെ LPSC ഇനി അതുപോലെ എന്താണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ, അപ്പോൾ ഇവിടുത്തെ എന്താണ് തലവന്മാരെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ VSSCയുടെ എന്താണ് ഡയറക്ടറെ കൂടി ഓർത്തെടുക്കാം. ആരാണ്? S ഉണ്ണികൃഷ്ണൻ നായരാണ്. അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 38ാമത് ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അപ്പോൾ 38ാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി. ആരാണ്? നരേന്ദ്രമോദിയാണ്. കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം വേദി എവിടെയാണ്? ഉത്തരാഖണ്ഡ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് 38ാമത് ദേശീയ ഗെയിംസ് നടക്കുന്നത്. ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഏതാണ്? മൗലി. ഏതാണ്? മൗലിയാണ്. അതായത് ഉത്തരാഖണ്ഡിന്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള മൊണാലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളതാണ് മൗലി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ ദീപശിഖ, അതായത് 38ാമത് ദേശീയ ഗെയിംസിന്റെ ദീപശിഖയുടെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തേജസ്വിനി. എന്താണ്? തേജസ്വിനി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ദീപശിഖ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി ഈ പറയുന്ന എന്താണ് ഉദ്ഘാടന സമയത്ത് ഈ ദീപശിഖ എന്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യാസെൻ ആണ്. ആരാണ്? ലക്ഷ്യാസെൻ ആണ്. ലക്ഷ്യാസെൻ എന്ന് പറയുന്നത് ബാഡ്മിന്റൺ താരമാണ്. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിന്റെ പതാക ഏന്തിയ ആരാണ്? നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാണ്? PS ഡീനയാണ്. അതാണ് ബാസ്കറ്റ്ബോൾ താരമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതിന് പുറമെ തന്നെ നിലവിലെ കേന്ദ്ര കായിക മന്ത്രിയെ കൂടെ ഓർത്ത് വയ്ക്കുക. ആരാണ്? മൻസുഖ് മാണ്ഡവ്യയാണ്. അതുപോലെ തന്നെ നിലവിലെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? PT ഉഷയാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ്. എങ്കിലും എന്താണ് ഒരു ദേശീയ തലത്തിലൊരു ഗെയിംസ് നടക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ ഓർത്തെടുത്തു മാത്രം. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ്? 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരാണ്? ലഡാക്ക് ആണ്. ആരാണ്? ലഡാക്ക് ആണ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത്. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണെന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാം സ്ഥാനത്ത് തമിഴ്നാടാണ്. മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. മൂന്നാം സ്ഥാനത്ത് ആരാണ്? മഹാരാഷ്ട്രയാണ്. ഇനി അതിന് പുറമെ തന്നെ ഓർത്തു വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? അത് ലേയും ഗുൽമാർഗും. ഇവിടെയൊക്കെയാണ് ലേയും ഗുൽമാർഗുമാണ്. അപ്പോൾ വേദി കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? അപ്പോൾ എന്താണ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ്? ജി തൃഷ. ആരാണ്? ജി തൃഷയാണ്. ജി തൃഷ എന്ന് പറയുന്നത് ഇന്ത്യൻ താരമാണ്. സ്കോട്ട്ലൻഡിനെ എതിരെയായിരുന്നു ഈ ജി തൃഷ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്താണ് അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി തൃഷയാണ്. ഇനി അതുപോലെ തന്നെ അണ്ടർ-19 വനിതാ T20 ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ ആരുടെ പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരുടെ പേരിലാണ്? ജി തൃഷയുടെ പേരിലാണ്. അപ്പോൾ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലുമായിട്ട് കരാർ അവസാനിപ്പിച്ച ഫുട്ബോൾ താരം ആരാണ്? അപ്പോൾ എന്താണ് അടുത്തിടെ സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലുമായിട്ട് കരാർ അവസാനിപ്പിച്ച ഫുട്ബോൾ താരം ആരാണ്? നെയ്മർ ആണ്. അപ്പോൾ കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ സൗദി പ്രോ ലീഗിൽ എന്താണ് അൽ ഹിലാലിന്റെ എന്താണ് ടീം അംഗമായിരുന്നു ആരെന്ന് പറയുന്നത് നെയ്മർ. ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു? ആ ടീമുമായിട്ടുള്ള കരാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത്. അപ്പോൾ നിങ്ങൾ പലരും അപ്ലൈ ചെയ്ത് കാണും. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, SI, ഫയർമാൻ, CPO, വുമൺ CPO, പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. സോ ഈ എക്സാമിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത മുന്നോട്ട് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സഹകരണ വകുപ്പിന്റെ ഒരു സംവിധാനത്തെ പറ്റിയാണ് പറഞ്ഞത്. അതായത് പ്രോജക്റ്റ് ക്രഷ് എന്ന് പറയുന്ന എന്താണ് ഒരു സംവിധാനത്തെ പറ്റി പറഞ്ഞു. അതായത് പ്രാദേശിക തലത്തിൽ സഹകരണ സംഘങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികളുടെ വിജയ സാധ്യത പരിശോധിക്കാനായിട്ട് സഹകരണ വകുപ്പ് ഒരുക്കുന്ന എന്താണ് പ്രത്യേക സംവിധാനമാണ് പ്രോജക്റ്റ് ക്രഷ് എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു? പരവൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭ ഏതാണ്? പരവൂർ നഗരസഭയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം ഒരു പുസ്തകമാണ് പറഞ്ഞത്. അതായത് ഒരു ഓർമ്മക്കുറിപ്പാണ്. അതായത് ജസിൻഡ ആർഡേൺ, നമുക്കറിയാം ന്യൂസിലൻഡ്
ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ എന്താണ് ന്യൂസിലൻഡിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജസിൻഡ ആർഡേണിന്റെ എന്താണ് ഓർമ്മക്കുറിപ്പുകൾ ഏതാണ് എ ഡിഫറന്റ് കൈൻഡ് ഓഫ് പവർ എന്താണ് എ ഡിഫറന്റ് കൈൻഡ് ഓഫ് പവർ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം ഒരു വാർഷികം പറഞ്ഞു. ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ ഏത് ശാസ്ത്രജ്ഞൻ രാജാരാമണ്ണ അതായത് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാരാമണ്ണയുടെ എത്രാമത്തെ 100ാമത് ജന്മവാർഷികം ഏത് വർഷം 2025 ആചരിക്കുന്നു കൃത്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ തെളിവ് ശേഖരിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് കാര്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ഒരു നിയമനമാണ് അതായത് LPSCയുടെ എന്താണ് പുതിയ ഡയറക്ടർ ആരാണ് എന്താണ് LPSCയുടെ പുതിയ ഡയറക്ടർ ആരാണ് M മോഹനാണെന്ന് പറഞ്ഞു. ആരാണ് M മോഹനാണ്. അതിനുശേഷം ഇന്ത്യയിലെ 2 നഗരങ്ങളെ പറ്റി പറഞ്ഞു അതായത് ഉദയ്പൂർ ഇൻഡോർ എന്ന് പറയുന്ന 2 നഗരങ്ങളെ പറ്റി പറഞ്ഞു. എന്താണ് നമ്മൾ പറഞ്ഞത് റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ. അപ്പൊ എന്താണ് റാംസർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടിക എത്ര നഗരങ്ങളാണ് ആ ലിസ്റ്റിൽ ആകെ ഉള്ളത് 31. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ആദ്യ നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദയ്പൂറും ഇൻഡോറും ആണെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഓർക്കുക. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് 85 ആണ്. ഇനി അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് പറഞ്ഞത് അതായത് ICC അവാർഡ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് എന്താണ് അതായത് സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി. അപ്പോൾ 2024 സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി അഥവാ ICC മെൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറയാണ്. അങ്ങനെയാണെങ്കിൽ ICC വുമൻസ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ 2024 നേടിയത് ആരാണ് അത് ആരാണ് അമേലിയ ഖെറാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചർച്ച എന്തായിരുന്നു ഒരു പ്രധാനപ്പെട്ട ദൗത്യത്തെ പറ്റിയായിരുന്നു അതായത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ ദൗത്യം. അത് അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതാണ് NVS-02 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 99ാമത്തെ വിക്ഷേപണം ഏതായിരുന്നു സ്പെയ്ഡെക്സ് ആയിരുന്നു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഒരുപക്ഷെ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം. ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് 38ാമത് ദേശീയ ഗെയിംസ് ആണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിലാണ് നടക്കുന്നത്. അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചു. കാര്യമായിട്ട് ഓർക്കുക. ഭാഗ്യചിഹ്നം മൗലിയാണ്. ഇനി മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു എന്താണ് ദേശീയ ഗെയിംസ് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. ഇനി അതിനുശേഷം ഒരു മെഡൽ ടേബിൾ പറഞ്ഞു അതായത് 2025 നടന്ന ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിലെ മെഡൽ ടേബിളിൽ എന്താണ് ഒന്നാമതെത്തിയത് ലഡാക്ക് ആണെന്ന് പറഞ്ഞു. ആരാണ് ലഡാക്ക് ആണ് ഒന്നാമതെത്തിയത്. അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം എന്താണ് അണ്ടർ-19 വുമൻസ് T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. നമുക്കറിയാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂർണമെന്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക അണ്ടർ-19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ആരാണ് ജി തൃഷ. ആരാണ് ജി തൃഷയാണ്. കാര്യമായിട്ട് ഓർക്കുക. ഇനി അതിനുശേഷം എന്താണ് നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് സൗദി ക്ലബ്ബായിട്ടുള്ള അൽ ഹിലാലുമായിട്ടുള്ള എന്താണ് കരാർ നെയ്മർ എന്ത് ചെയ്തിരിക്കുന്നു പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് ചെയ്തു അവസാനിപ്പിച്ചിരിക്കണം. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ICC അവാർഡ് 2024 എന്താണ് ODI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ട്രാവിസ് ഹെഡ്, ബി അസ്മത്തുള്ള ഒമർ സായ്, ഓപ്ഷൻ സി ജസ്പ്രീത് ബുംറ, ഓപ്ഷൻ ഡി കമിൻഡു മെൻഡിസ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2025 തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വൈശാഖൻ, ബി കെ സച്ചിദാനന്ദൻ, ഓപ്ഷൻ സി പെരുമ്പടവൻ ശ്രീധരൻ, ഓപ്ഷൻ ഡി PK ഹരികുമാർ. അപ്പോൾ ഇതിന്റെ ചരിത്രം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ, ബി അശോകൻ ചെരുവിൽ, സി സാറ ജോസഫ്, ഓപ്ഷൻ ഡി കെ വേണു. അപ്പോൾ ഇതിന്റെ ചരിത്രം ഏതാണ് ഇ സന്തോഷ് കുമാർ ആണ് 2024 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. കാര്യമായിട്ട് ഓർക്കുക. ഇനി 2023 അത് സാറ ജോസഫ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് ചുമതലയേറ്റുന്ന ആരെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എ പി സതീദേവി, ബി വി ആർ മഹിളാമണി, ഓപ്ഷൻ സി വി ഗീത, ഡി ഇന്ദിരാ ദേവേന്ദ്രൻ. അപ്പോൾ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് വി ഗീതയാണ് എന്ത് ചെയ്തത് 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് എന്ത് ചെയ്തത് ചുമതലയേറ്റത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്നൊരു ജോലി നേടിയെടുക്കുക. 2025 ജനുവരി 30 പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധപരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.